എഫെസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ജാതികളെ ആകർഷിക്കാൻ നാം പ്രകാശിക്കണം എന്നൊരു വിഷയമാണ് ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കുടുംബപ്രഭുക്കളെ, വിശ്വാസികൾ ഉറങ്ങുവാനുള്ളവരല്ല, ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിക്കേണ്ടവരാണ്. ഉറങ്ങിപ്പോയവർ ഉണരേണ്ട സമയമാണിത് എന്ന് ദൈവത്തിന് വചനം ശക്തമായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഉണരേണ്ടവർ ഉണർന്നാൽ, ഉണർന്ന് പ്രകാശിച്ചാൽ സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ നമ്മിൽ സംഭവിക്കുന്നില്ലെങ്കിൽ ദൈവദൃഷ്ടിയിൽ നാം കുറ്റക്കാരാക്കപ്പെടും. ഉണരുക, എഴുന്നേൽക്കുക, പ്രകാശിക്കുക എന്നിവ വെറും ഉപദേശമായി പറയുന്നതല്ല, അവ നമുക്ക് കൽപ്പനകളായി നൽകി തന്നിരിക്കുന്നതാകയാൽ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്നൊരു ധ്വനിയൂടെ അതിൻ്റെ അകത്തുണ്ട്. പ്രകാശം പരത്തേണ്ടവർ ഉറങ്ങിയാൽ ഇരുട്ടിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടു പോകും. പ്രകാശിക്കേണ്ടിയവർ ഇരുട്ടിൻ്റെ മക്കളല്ല. ഉറങ്ങാൻ നാം ഇനി ഇരുട്ടിൻ്റെ മക്കളല്ലല്ലോ. എഫെസ്യർ 5:8 വായിക്കുന്നു, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാം ഇപ്പോൾ പ്രകാശിക്കുന്നവരാണോ അതോ ഉറങ്ങുന്നവരാണോ എന്നിങ്ങനെയുള്ള ഈ ചോദ്യത്തിന് തിരുവചന ചിന്തയ്ക്ക് നാം തന്നെ ഉത്തരം പറയണം. നാം എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഓർപ്പിക്കുന്നുണ്ട്. പ്രകാശിക്കേണ്ടിയവരിൽ പ്രകാശിക്കുവാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന ഇന്ധനം യേശുക്രിസ്തു പകർന്നിരിക്കുന്ന അഭിഷേകവും അധികാരവുമാണ്. അത് നമ്മിലുണ്ടെങ്കിൽ കർത്താവ് നമ്മോട് പറഞ്ഞതിന് പ്രകാരം എന്നിൽ വിശ്വസിക്കുന്നവർക്ക്, എന്നിൽ ജീവിക്കുന്നവർക്ക്, ഞാൻ വസിക്കുന്ന വ്യക്തികൾക്ക് ഞാൻ ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടാണ് നാം ഉണർന്ന് പ്രകാശിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ ശക്തമായി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിശ്വസിച്ചെഴുന്നേൽക്കുക, പ്രവർത്തിക്കുക. ക്രിസ്തുവിൻ്റെ തേജസ് നമ്മിൽ പ്രകാശിക്കുവാൻ സമയമായി. യെശയ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രിയരെ, അപ്രകാരം നാം ഉണർന്നാൽ, നാം എഴുന്നേറ്റാൽ, നാം പ്രകാശിച്ചാൽ, ആ പ്രകാശത്തിൽ ജാതികളും രാജാക്കന്മാരും വെളിച്ചത്തിലേക്ക് വരുവാനിടയാകും. നാം പ്രകാശിച്ചാൽ സംഭവിക്കേണ്ട ഒരു ദൈവിക പദ്ധതിയാണ് ജാതികളും രാജാക്കന്മാരും ആ പ്രകാശത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്നുള്ളത്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. പ്രകാശിക്കാനുള്ളവർ മയങ്ങിയാൽ, അവർ ഉറങ്ങിപ്പോയാൽ ഇതെങ്ങനെ നടക്കും? ആത്മീയമായ മയക്കവും ഉറക്കവും വിട്ടെഴുന്നേൽക്കേണ്ട സമയം അമാന്തിച്ചിരിക്കുന്നു. ഇത് നാം ഉറങ്ങുവാനുള്ള സമയമല്ല. ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിളക്കുകളാണ് ഓരോ വിശ്വാസികളും. ക്രിസ്തു നമ്മിൽ പ്രകാശിച്ചാൽ യേശു ചെയ്തതിനേക്കാൾ വലിയ പ്രവൃത്തികൾ യേശുവിന് വേണ്ടി നമ്മിലൂടെ വെളിപ്പെടുവാൻ ഇടയാകണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവേശുവിലല്ലാത്തവർ ഉറങ്ങട്ടെ, എന്നാൽ ക്രിസ്തുവിലായവർ ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ, മയങ്ങാതെ, ഉണർന്ന് സുബോധമായിരിക്കേണ്ട കാലമാണ്. ക്രിസ്തുവിന് വേണ്ടി വലിയവ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഉറങ്ങേണ്ട സമയമല്ല ഇത്. പ്രിയരെ, നാം ഒരു ആത്മീയ മയക്കത്തിലാണെങ്കിൽ, നാം അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ നിശ്ചയമായും ആ മയക്കം പിന്നെ ഉറക്കത്തിലേക്കും പിന്നെ ആത്മീയ മരണത്തിലേക്കും നയിക്കുവാൻ ശക്തിയുള്ളതായിത്തീരും. കാരണം ഉറക്കത്തിൽ കഴിയുന്നവർക്ക് പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായി പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു. ആത്മീയ ഉറക്കത്തിൽ കഴിയുന്നവന്റെ ആത്മീക കണ്ണ് അടഞ്ഞിരിക്കുന്നതിനാൽ
അലറുന്ന സിംഹം എന്ന പോലെ അവനെ വിഴുങ്ങുവാൻ വരുന്ന പിശാചിനെ, അവന്റെ പ്രവൃത്തിയെ കാണുവാൻ കഴിയാത്തതിനാൽ അവൻ പിശാചിനാൽ പിന്നത്തേതിൽ വിഴുങ്ങപ്പെടും. അതിനാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് തരുന്ന മുന്നറിയിപ്പുകൾ നാം അവഗണിക്കാതിരിക്കേണ്ടതാണ് ആവശ്യം. കൂടപ്പിറപ്പുകളെ, ആത്മീയ മയക്കവും ഉറക്കവും ശാസിച്ചകറ്റുക. ആത്മാവിൽ ആശ്രയിച്ച് ഉണരുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ അഭിഷേകവും അധികാരവും നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ വസിക്കുന്ന ക്രിസ്തു തന്നെ നിങ്ങളെ തൻ്റെ കരത്താൽ ഉപയോഗിക്കുവാനും അവൻ ചെയ്തതിലും വലിയ പ്രവൃത്തി തന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാനും കാത്തിരിക്കുന്നു. അപ്രകാരം നിങ്ങൾ പ്രകാശിച്ചാൽ ജാതികളും രാജാക്കന്മാരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. എഴുന്നേൽക്കുക. ഇന്നായിരിക്കുന്ന ആത്മീയ അവസ്ഥകളിൽ നിന്ന് ഒരു പടിയും കൂടി മുൻപോട്ട് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കൂടപ്പിറപ്പെ താങ്കളെക്കുറിച്ച് സ്വർഗം ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. വിശ്വാസത്താൽ എഴുന്നേൽക്കുക. വിശ്വാസത്താൽ പ്രവർത്തിക്കുക. പ്രവർത്തിക്കുന്നത് നിങ്ങളിൽ കൂടി ക്രിസ്തു യേശു തന്നെയാണ്. നിങ്ങളിൽ നിന്നും പ്രകാശം പരക്കട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. മഹത്വത്തിന് പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല ദിവസം, ഈ പ്രഭാത സമയം കേൾക്കപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധനായ പിതാവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന മുട്ടുമടക്കി ഞങ്ങളുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും എന്ന തിരുവചനത്തിൽ ചോദിക്കുന്നത് പോലെ ഞങ്ങളുടെ സഹായം വരുന്ന പർവ്വതത്തിലേക്ക് തന്നെ, ഞങ്ങളുടെ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ ഞങ്ങൾ നോക്കുന്ന കർത്താവേ, ഈ നാളുകളിൽ ഉണരാൻ, എഴുന്നേൽക്കാൻ, പ്രകാശിക്കുവാൻ ക്രിസ്തുയേശു തന്നെ ഞങ്ങളിൽ പ്രവർത്തിക്കുന്നുവെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൻ്റെ കൃപയും എല്ലാവിധമായ അനുഗ്രഹാശസ്സുകളും ഇന്ന് പകലിലും ഞങ്ങളുടെ മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ കർത്താവിൻ്റെ കൃപ പകർന്നാട്ട് ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എല്ലാ കൂടപ്പിറപ്പുകളെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട വൻകൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് അധികം ശ്രദ്ധയോടെ ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലേ